നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മളെല്ലാവരും ദിവസവും കാണുന്നു ഉപയോഗിക്കുന്നതുമായ, പക്ഷേ നമ്മൾ ആരും അതിൻ്റെ ചരിത്രമോ അതിൻ്റെ സയൻസോ നമുക്ക് അറിഞ്ഞിട്ടുമില്ലാത്തൊരു സാധനത്തെ പറ്റിയാണ്. അത് വേറൊന്നുമല്ല, അത് സ്വർണത്തെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്വർണം എന്ന് പറയുമ്പോൾ അത്രയും വില പിടിപ്പുള്ളൊരു സാധനം തന്നെയാണല്ലോ. അത് ഒട്ടും വിട്ട് കളയാൻ പറ്റാത്തതും നമ്മൾ ആഭരണമായിട്ടും പല വേറെ ആവശ്യത്തിനും ഉപയോഗിക്കുന്നൊരു സാധനം തന്നെയാണ് ഈ സ്വർണം. അപ്പോൾ സ്വർണം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, സ്വർണം ഭൂമിയിൽ ഉണ്ടായതല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. സ്വർണം അന്തരീക്ഷത്തിൽ ഉണ്ടായതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, വലിയ വലിയ വർഷങ്ങൾക്ക് മുമ്പ് വലിയ വലിയ സ്റ്റാറുകളൊക്കെ കൂട്ടിയിടിച്ച് സൂപ്പർനോവ ആയി മാറിയതാണ് ഈ സ്വർണം എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അതിപ്പോഴും ഈ നക്ഷത്രങ്ങളൊക്കെ കൂട്ടിയിടിക്കുമ്പോൾ ഈ സ്വർണ്ണങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവ ഉൽക്കയുടെ സഹായത്തോടു കൂടിയോ മറ്റെന്തിൻ്റെയോ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ വളരെ കത്തിക്കരിഞ്ഞ ചാമ്പൽ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഉണ്ടായി ഈ സ്വർണവും പല സാധനങ്ങളൊക്കെ ഉണ്ടായി. അത് പിന്നീട് അത് ഉണ്ടായി വരികയാണ് ചെയ്തത്. അപ്പോൾ സ്വർണം എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ എത്തിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അത് ഭൂമിയുടെ അടിയിലേക്ക് പോകാൻ കാരണം നമുക്കറിയാം, കനമുള്ള മെറ്റലും കനമില്ലാത്ത മെറ്റലും ഉണ്ട്. അതായത് സ്വർണമൊക്കെ കനമുള്ള മെറ്റലാണ്. അപ്പോൾ അവയൊക്കെ ഈ സ്വർണമൊക്കെ ഈ നൂറ്റാണ്ടുകൾ കഴിയുന്തോറും ഭൂമിയുടെ അടിയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അങ്ങനെ ഈ കാലങ്ങൾ കഴിയുന്നതോട് തന്നെ ഇത് ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു, അതായത് കോർ പാർട്ടിലേക്ക്. അപ്പോൾ ഇതുവരെ മനുഷ്യന്മാർക്കോ ഒരു മെഷീനോ അങ്ങോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ സ്വർണം നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് എടുക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഈ സ്വർണം എങ്ങനെയാണ് മുകളിലേക്ക് വരുന്നത് വെച്ചാൽ, ഈ അഗ്നിപർവ്വതമൊക്കെ പൊട്ടുമ്പോൾ അതിൻ്റെ ഓരോ പ്രവർത്തികൾ മൂലമാണ് ചെറിയ ചെറിയ സ്വർണ്ണത്തരികളൊക്കെ ഈ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് മൈൻ ചെയ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ സ്വർണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വിരലുള്ള ഓരോ മോതിരം പോലും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായതല്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് ബഹിരാകാശത്ത് ഉണ്ടായതാണെന്ന് നമ്മൾ ചുരുക്കം ചിന്തിക്കേണ്ടതുണ്ട്. ഈ സ്വർണത്തിൻ്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈജിപ്ഷ്യക്കാരൊക്കെ ഈ സ്വർണം ദൈവത്തിൻ്റെ ലോഹമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പോലും അത്രയും വില കൊടുത്തിരുന്നൊരു ലോഹമാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. അതായത് ഈ രാജാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള കസേരയൊക്കെ സ്വർണം കൊണ്ടായിരുന്നു നിർമ്മിച്ചത്. പിന്നീട് ഈ ശവമൊക്കെ അടക്കാൻ വേണ്ടി ഈ സ്വർണ്ണമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ഇന്ത്യക്കാരും അതുകൂടാതെ അങ്ങനെ പല രാജ്യക്കാരും പണ്ടൊക്കെ സ്വർണത്തിന് നല്ലൊരു വില തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അവരുടെ എത്ര സ്വർണമുണ്ട് എന്ന് നോക്കിയിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിലും ചെറിയ ചെറിയ സ്വർണ്ണക്കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വയനാട്, അതുപോലെ തന്നെ ഇടുക്കി എന്നിങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ചെറുതായി സ്വർണം കിട്ടിയതായിട്ട് നമുക്ക് അറിവുണ്ട്. അങ്ങനെ വലിയ വലിയ മൈനിങ് നടക്കാനുള്ള സ്വർണ്ണമൊന്നും ഇല്ലെങ്കിലും ചെറിയ തരികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സ്വർണ്ണമൊക്കെ ഈ പുഴകളിൽ നിന്നും പുഴയുടെ തീരങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും കണ്ടെത്തുന്നത്. അപ്പോൾ അവ മണൽത്തരികളുടെ ഉള്ളിലോ അങ്ങനെയൊക്കെയാണ് ഇത് പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ അവ പിന്നീട് ഫിൽട്ടർ ചെയ്താണ് പിന്നീട് സ്വർണം മാറ്റിയെടുക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലാണ് കൂടുതൽ സ്വർണത്തിന് ഉപഭോക്താക്കളുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഓരോ കല്യാണം വരുമ്പോഴോ ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ സ്വർണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ ഇന്ത്യക്കാർ സ്വർണത്തിന് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു ആഭരണവുമായി മാത്രമല്ല നമ്മൾ ഈ സ്വർണത്തിനെ കാണുന്നത്. പിന്നീട് നമുക്ക് ഭാവിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടി നമ്മൾ നോക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്വർണത്തെ നമ്മൾ കാണുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്.
പിന്നെ ഈ സ്വർണത്തിൻ്റെ വില എന്താണ് ഇങ്ങനെ കൂടുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ സ്വർണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഉള്ള സ്വർണം മാത്രമേ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ പൈസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൈസ നമുക്ക് പിന്നെയും അച്ചടിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നതുകൊണ്ടുകൂടിയും ഈ പൈസയുടെ മൂല്യം കുറഞ്ഞു വരുന്നതുകൊണ്ടുകൂടിയും അതൊക്കെ തന്നെയാണ് ഈ കാരണം. പിന്നെ ബാങ്കുകൾ, ഇപ്പോൾ നമുക്കറിയാം ഓരോ രാജ്യങ്ങളും സ്വർണം കൂട്ടിവെക്കാൻ വരെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാലം സ്വർണത്തിൻ്റെ വില എങ്ങനെയാവുമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അത്രത്തോളം നമ്മൾ ഈ സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവസാനമായി സ്വർണം നമുക്ക് നാളത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വലുതായിട്ട് നമുക്ക് തിരിച്ച് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.